എല്ലാവർക്കും നമസ്കാരം. അതിരടി ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനി ശ്രീനിവാസൻ ഇവർ 3 പേരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. എല്ലാവരും അറിയാം. വളരെ വെയിറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു മലയാളികൾ ഈ അടുത്തിടയ്ക്ക്. പിന്നെ പ്രൊഡ്യൂസേഴ്സിലും ഇവരുണ്ട്. പ്രൊഡ്യൂസറായിട്ട് ബേസിൽ ജോസഫ് ഉണ്ട്, പിന്നെ കോ പ്രൊഡ്യൂസറായിട്ട് ടോവിനോ തോമസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ്. കാണാൻ താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറും ഇന്നലെ റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ഇറക്കിയ ഒരു സിനിമയാണ്. തിയേറ്ററിൽ ഇന്നുള്ള തിരക്ക് വെച്ചിട്ട് തന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഹൗസ്ഫുൾ ആയിരുന്നു. പടത്തിന്റെ ഒഫീഷ്യൽ റിലീസ് നാളെയാണ്. പക്ഷെ ഇന്ന് ഒരു പ്രിവ്യൂ ഷോ ഓടി, അത് കാണാൻ പറ്റി. അങ്ങനെ പടം കണ്ടു, അഭിപ്രായം പറയാം. മൊത്തത്തിൽ അതിരടി എന്ന് പറയുന്ന സിനിമ ഒരു നല്ലൊരു ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള രീതിയിൽ ഒരു അടിപൊളി ഒരു എന്റർടൈനർ തന്നെയാണ്. ടോട്ടലി ഞാൻ മൊത്തത്തിൽ ഒതുക്കി പറയുകയാണ്. പടം മൊത്തത്തിൽ ഒരു ഭയങ്കരമായ ഒരു എന്റർടൈനർ തന്നെയാണ്. ഒരു കളർഫുൾ ക്യാമ്പസ് കോമഡി മാസ് എന്റർടൈനർ എന്ന് തന്നെ പറയാം. കണ്ടു തീരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു നഷ്ടവും തോന്നൂല. ആ രീതിയിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ ആധുനിക സിനിമകളിൽ വേണ്ട, ആധുനിക ന്യൂജൻ സിനിമകളിൽ വേണ്ട ഈ ഫോർമുലയെല്ലാം ഡയറക്ടർ അരുൺ അനിരുദ്ധൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ പടം ടെക്നിക്കലി നല്ല ടോപ്പാണ്. അതായത് ഒരു ക്യാമ്പസ് മൂവി, ഒരു കളർഫുൾ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ക്യാമ്പസ് മൂവി എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ട്. നല്ല ക്യാമറ, നല്ല എഡിറ്റിംഗ്, പിന്നെ കളർഫുൾ ആണ്, പിന്നെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സീനുകൾ, പിന്നെ എല്ലാം കൊള്ളാം. സിനിമാറ്റോഗ്രാഫി മൊത്തത്തിൽ കൊള്ളാം, എല്ലാം കൊള്ളാം. പിന്നെ പടത്തിലെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് പറയാം, അത് വഴിയെ പറയാം. പിന്നെ പടത്തിന്റെ പോരായ്മകൾ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ഡീപ്പായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നാൽ ഇതൊരു ഭയങ്കര ഒരു ബ്രില്യന്റ് ഫിലിമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ 100 പ്രാവശ്യം, അതായത് 1980 മുതൽ അല്ലെങ്കിൽ 90 മുതൽ കണ്ടുവരുന്ന ഒരു കഥയുടെ മറ്റൊരു തരത്തിലുള്ള ഒരു ആവിഷ്കാരമാണ്. അത് എന്താണെന്ന് പറയുന്നില്ല, നമ്മൾ അത് പറയുന്നില്ല. അത് നമ്മൾ 100 തവണ കണ്ടതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള മലയാള സിനിമകളിൽ പോലും കാണുന്ന രീതിയിലുള്ള ഒരു കഥയുടെ ഒരു പാറ്റേൺ ആണ് സിനിമ ഫോളോ ചെയ്യുന്നത്. ആ കഥയെ എടുത്ത് ക്യാമ്പസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നൊസ്റ്റാൾജിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുതുമ കഥയിലൊന്നുമില്ല. തിരക്കഥയും എൻ്റെ കണ്ണിൽ മോശമാണ്. തിരക്കഥ വളരെ മോശമാണ്. സംഭാഷണവും എൻ്റെ കണ്ണിൽ മോശമാണ്. ഇതെല്ലാം കൂടെ നന്നാക്കിയാൽ ഈ ഒരു സാധനം വെച്ച് ഒരു ഉഗ്രൻ ഐറ്റം ഇറക്കാമായിരുന്നു. അതുകൊണ്ടൊരു ബ്രില്യന്റ് പടമൊന്നും തോന്നില്ല. പ്രകടമായി കാണുമ്പോൾ ഒരു ഭയങ്കര സിനിമയാണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, അത് തന്നെയാണ് സിനിമയുടെ വിജയം. ഇന്നത്തെ ആളുകൾക്ക് തൽക്കാലം അതൊക്കെ മതി. അപ്പോൾ ഇനി പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് ഇത്ര ഏജ് ആയിട്ടും ഒരു ഭയങ്കര റിസ്ക് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയാലും ക്യാരക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ ആയാലും ഒരു കോളേജ് പയ്യനായിട്ടാണ് വരുന്നത്. ഈ പ്രായത്തിലും ഒരു കോളേജ് പയ്യൻ. അത് വെറുതെ ഇങ്ങനെ ശരീരം മെലിച്ച് വെച്ചിട്ട് കാര്യമില്ല. ക്യാരക്ടർ വൈസും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പലയിടത്തും പുള്ളിക്കാരന് ചില ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ തോന്നി. പ്രത്യേകിച്ച് ബേസിൽ ജോസഫിന് പറ്റാത്തൊരു കാര്യമാണ് ഈ സെന്റിമെന്റ്സ് അധികമായിട്ട് അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പലയിടത്തും. ആകെപ്പാടെ കുറച്ച് നന്നായിട്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇതിലാണ്, പൊന്മാനിലാണ്. ഇതില് സെന്റിമെന്റ്സ് വരുമ്പോഴൊക്കെ എനിക്ക് ഒരു ബോറടി ഫീൽ ചെയ്യും, ഒരു മടുപ്പ് തോന്നും. പിന്നെ അടുത്ത് സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നല്ല, ആ വ്യക്തി സ്ക്രീനിൽ വരുമ്പോൾ സിനിമയുടെ ലെവൽ അങ്ങ് മാറും. അദ്ദേഹത്തെ കാണിക്കുന്ന ഓരോ നിമിഷവും അടിപൊളി തന്നെയായിരുന്നു. ആ സിനിമ മറ്റൊരു സിനിമയായി മാറുന്ന ഒരു ഫീല്. ഒരു മാസെങ്കിൽ മാസ് അഭിനയത്തിലായാലും പെർഫോമൻസിലായാലും സ്ക്രീൻ പ്രസൻസിലായാലും ഉഗ്രൻ. വേറെ ആരുമല്ല, ടോവിനോ തോമസ് ആണ്. ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സിനിമ കാണുന്ന എല്ലാവർക്കും ഇത് തന്നെ എനിക്ക് അഭിപ്രായം. ടോവിനോ തോമസ് കലക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഇന്റർവെല്ലിന് കുറച്ച് മുമ്പാണ് വരുന്നത്. പക്ഷെ വരുന്നത് മുതൽ തീരുന്നവരെ ഇദ്ദേഹത്തിനെ ഏതൊക്കെ സീനിൽ സ്ക്രീനിൽ കാണിക്കുമോ ആ സീനിൽ ആ സിനിമയുടെ ലെവൽ തന്നെ അങ്ങ് മാറും. അദ്ദേഹവും കിടിലമാണ്, പിന്നെ കൂടെ നിൽക്കുന്ന ആളുകളും കിടിലമാണ്. പിന്നെ കുറച്ച് ചോട്ട നടന്മാരൊക്കെ ഒരുപാടുണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല, അല്ലാണ്ട് സസ്പെൻസ് ആണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ പ്രത്യേക ഒരു ഇതൊന്നുമല്ല. വിനീത് ശ്രീനിവാസനായിട്ട് തന്നെയാണ് സിനിമയിൽ വരുന്നത്. ഒരു സെപ്പറേറ്റ് ക്യാരക്ടർ അല്ല. അദ്ദേഹം ഒരു സിംഗറായിട്ട് തന്നെയാണ് സിനിമയിൽ വരുന്നത്. എങ്കിലും പകുതി മുതൽ എൻഡ് വരെ നല്ല നിറഞ്ഞാടിയിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടം പയ്യന്മാരും, അറിയാലോ ക്യാമ്പസ് മൂവിയാണ്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് കാണികളെല്ലാം ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ സിനിമയുടെ തുടക്കത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിന്റെ പകുതിയാകുമ്പോൾ തന്നെ ഈ കുറെ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. അരോചകം എന്ന് പറഞ്ഞാൽ ഭൂലോക അരോചകമായിരുന്നു. സഹിക്കാൻ പറ്റാത്ത രീതി. എന്റെ ചുറ്റുപാടിരുന്ന് പയ്യന്മാരൊക്കെ ചിരിയോടെ ചിരി. എനിക്കൊരൊറ്റ കോമഡി ചിരി വന്നിട്ടില്ല.
ചിരി വരാത്ത രീതിയിൽ അത്ര വളരെ തേർഡ് റേറ്റ് ലെവലിലുള്ള ചില കോക്കറികളും ഗോഷ്ടികളുമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. കഥ തുടങ്ങുന്നതിന് മുമ്പ് വരെ വന്നിരുന്ന കോമഡി. അത് കഴിഞ്ഞ് സിനിമ മാറി ടൊവിനോയൊക്കെ വരുമ്പോൾ സിനിമയുടെ ആ പാറ്റേൺ അങ്ങ് മാറുന്നു. പിന്നെ അങ്ങോട്ട് പോയി ഏതാണ്ട് പിന്നെ ഈ സിനിമയുടെ ഹൈലൈറ്റ് ഒന്ന് ടൊവിനോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആ ഒരു എൻഡിങ് പോർഷൻ ഉണ്ട്. നമ്മൾ 100 സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു എൻഡിങ് ആണ്. എങ്കിൽ പോലും ക്യാമ്പസ് പശ്ചാത്തലത്തിൽ മറ്റൊരു രീതിയിൽ എടുത്തപ്പോൾ അതിന്റെ എൻഡിങ് പോർഷൻ, ക്ലൈമാക്സ് പോർഷൻ, സിനിമയുടെ അവസാന ഭാഗം ഒന്ന് കൊഴിപ്പിക്കാൻ സംവിധായകന് പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. കണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു തൃപ്തി ഫീൽ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അവസാനം സംവിധായകൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഗുമ്മാണ്. ഗുമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കുറെ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കുറെ കോമഡികളൊക്കെ വരുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്ന കുറെ കോമഡികൾ അറിയാതെ ചിരിച്ചു പോകും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. പക്ഷെ തുടക്കത്തിലൊക്കെ ബേസിൽ ജോസഫ് തന്നെയാണ്, അദ്ദേഹത്തിന് കോമഡി ഒന്നും ഒരു പരിധിക്കപ്പുറം പറ്റുന്നില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിരടി കണ്ടു തരുന്നവർക്ക് ഒരു തൃപ്തി തരുന്ന ഒരു സിനിമയാണ്. ആന്തരികമായി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ടെക്നിക്കൽ പെർഫെക്ഷൻ, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ചില ആസ്പെക്ട്സ് സിനിമയുടെ എഫക്ട് കൂട്ടാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ റൈറ്റിംഗ് സെക്ഷനിലോ ഡയലോഗ്സിലോ പെർഫോമൻസിലോ ഒന്നും ഭയങ്കരമായ ഒരു ഇതൊന്നും കാണിച്ചിട്ടില്ല. പെർഫോമൻസിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ടൊവിനോ. ഒരു അസാധാരണ റോളൊന്നുമല്ല എങ്കിൽ പോലും. പിന്നെ കഥ നടക്കുന്ന തിരുവനന്തപുരം ബാക്ക്ഗ്രൗണ്ടിലാണ്. അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട പേഴ്സണലി എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ എൻ്റെ അതുണ്ട്. അതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് അവരെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു താല്പര്യം തോന്നി. മൊത്തത്തിൽ അതിരടി ഇന്നത്തെ ലാംഗ്വേജിൽ, ഇന്നത്തെ ഒരു കാണികളുടെ ഒരു വൈബിൽ പറഞ്ഞാൽ, ന്യൂ ജനറേഷൻ വൈബിൽ പറഞ്ഞാൽ ഒരു പക്ക എന്റർടൈനർ തന്നെയാണ്. ധൈര്യമായിട്ട് തിയേറ്ററിൽ പോകാം, തിയേറ്ററിൽ തന്നെ പോകണം, തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാം. നല്ല രീതിയിൽ ക്ലൈമാക്സ് ഉൾപ്പെടെ എൻജോയ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതിരടി. ഓക്കെ, താങ്ക് യു.